ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. വേറെ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളിത് ഫസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വെറൈറ്റിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, ഒരു തക്കാളി, ഒരു ചെറിയ സബോള, ഒരു പച്ചമുളക്, ഇത്രയാണ് കേട്ടോ അതിലേക്ക് എടുത്തേക്കുന്നത്. പിന്നെ അത് എന്നിട്ട് ചെറുങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചു. അതിലേക്ക് പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പച്ചമുളക് ചെറുതാരണം ഇട്ടിട്ടുണ്ട്. എന്നാലും കുരുമുളക് ഇത്രയും സാധനം ഉള്ളത് കൊണ്ട് അതിലേക്ക് ഇച്ചിരി കൂടെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ. കുരുമുളക് പൊടി എത്ര ചേർത്താലും ടേസ്റ്റാണല്ലോ. എരിവ് പറ്റുന്നവർക്ക്, ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടി നല്ലതാണ്. പിന്നെ വേറെ ചേർത്തത് കുറച്ച് ഗരം മസാല കേട്ടോ. ഒരു കയ്യിൽ ഫോണ് പിടിച്ചിട്ടെടുക്കുന്നത് കൊണ്ട് ഗരം മസാല ഇട്ടിട്ട് അങ്ങോട്ട് ചാടുന്നില്ല. ഇതങ്ങോട്ട് പോരാൻ അതിന് ഇച്ചിരി താമസമാണ്. ഞെക്കി ഞാൻ അതിനൊരു പരുവാക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ സംഭവം അങ്ങോട്ട് ചാടുന്നില്ല എന്നേ ഉള്ളൂ. എന്തായാലും ഒരുപാട് ഞെക്കിയപ്പോൾ കുറച്ച് വന്നിട്ടുണ്ട്. അത് മതി, കുറച്ച് മതി കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്ത് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാവേ നമുക്ക്. പക്ഷേ മിക്സ് ചെയ്യുമ്പോൾ പാത്രം അതാ ഡാൻസ് കളിക്കുന്നു, ഓടി കളിക്കുന്നുണ്ടോ. സംഭവം ടൈല് മിനുസല്ലേ, അതിൻ്റെ മുകളിൽ സ്റ്റീൽ പാത്രം വെച്ചപ്പോൾ അത് ഓടിക്കളിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങനെ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്താക്കിയെന്നറിയോ, ഫോണ് വീഡിയോ പിടിക്കലോടെ ഓഫാക്കി. ഇനി നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് കുറച്ച് എടുത്തോളൂ കേട്ടോ. പിന്നെ ബാക്കി വെളിച്ചെണ്ണയാണ്. എന്നിട്ട് അതിലേക്ക് ആദ്യം മിക്സ് ഒഴിച്ചു. അതൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയില്ല, അതാട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് 2 ബ്രെഡ് വെച്ചു. ഞാൻ എന്നിട്ട് പയറ്റുന്നത് എന്തിനാണെന്നറിയോ, നമ്മളിങ്ങനെ ടി വിയിലൊക്കെ കാണുമല്ലോ, ഓരോരുത്തരും ഇങ്ങനെ വെച്ചിട്ട് ഇളക്കി ഇങ്ങനെ മുകളിലോട്ട് പൊക്കിയിട്ട് മറിച്ചിടുന്നത്. അത് പയറ്റി വയ്ക്കുക. പക്ഷേ അത് പാളിപ്പോകുന്നത് കണ്ടപ്പോൾ ഞാൻ മെല്ലെ അവിടെ വെച്ചു. ഒരെണ്ണം ഞാൻ അവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ വന്നത്. ഇത് രണ്ടാമത്തെയാണ്. 2 ചുട്ടിട്ടുള്ളൂ. അതിൽ ഒന്ന് ഫസ്റ്റ് ചുട്ട് വെച്ച്. അപ്പം രണ്ടാമത്തെ ആയപ്പോൾ അത് ഇച്ചിരി കരിഞ്ഞു പോയിട്ടോ. ആദ്യത്തെ നല്ലതിൽ കിട്ടിയേ, രണ്ടാമത്തേന് അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങോട്ടും മാറിയപ്പോൾ അത് ഇച്ചിരി കരിഞ്ഞു പോയി. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ മുറിച്ച് വയ്ക്കുക, എന്നാൽ വേഗം എടുത്ത് കഴിക്കാമല്ലോ. അതിൻ്റെ ബ്രെഡ് ഒരു ലേശം കരിഞ്ഞു പോയി. ഞാൻ വിചാരിച്ചു മൊത്തം പാളിപ്പോയോ, പരീക്ഷണം കുളമായോ എന്ന് വിചാരിച്ചു. പക്ഷേ പരീക്ഷണം കുളമായില്ല എന്ന് അമ്മ വന്ന് ചായ കുടിക്കുമ്പോഴാണ് അറിഞ്ഞത്. ഇങ്ങനെ കാണുമ്പോൾ ഒരു കളർഫുള്ളൊന്നും തോന്നുന്നില്ല അല്ലേ, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതിലും കാട്ടി നല്ല ടേസ്റ്റ് ബ്രെഡ് ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് അമ്മ കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് അമ്മു? ഇങ്ങോട്ട് നോക്ക്, സൂപ്പറല്ലേ. ഞാൻ വിചാരിച്ച് പാളിപ്പോയിന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണേ. ലേശം കരിഞ്ഞു പോയി, എന്നാലും സംഭവം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ബ്രെഡ് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാലേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് കേട്ടോ, അടിപൊളിയാണ്.